ജനാധിപത്യത്തെ നാണം കെടുത്തിക്കൊണ്ട് ഹിമാചൽ പ്രദേശിൽ BJP നടത്തുന്ന വൃത്തികെട്ട കളികൾ യാദൃശ്ചികമല്ല. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് ഹിമാചൽ. അവിടെ ഏത് വിധേനയും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാൽ കോൺഗ്രസ് ഭരണമില്ലാത്ത ഉത്തരേന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സൃഷ്ടിച്ചെടുക്കാം. അത് തങ്ങൾക്കുണ്ടാക്കുന്ന നേട്ടം വലുതാകും എന്ന് BJP നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന വിദൂര സ്വപ്നം പോലും ഇല്ലാതിരുന്നിട്ടും, അതായത് 15 സീറ്റ് കോൺഗ്രസിനേക്കാൾ പിന്നിലാണ് BJP. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു, ആ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടൊപ്പം തുല്യ വോട്ട് നേടുന്നു, നറുക്കെടുപ്പിൽ അയാൾ ജയിക്കുന്നു. 6 കോൺഗ്രസ് MLA-മാരെയും കോൺഗ്രസിനോടൊപ്പം നിന്ന സ്വതന്ത്ര MLA-മാരെയും BJPക്ക് വിലക്കെടുക്കാൻ സാധിച്ചു. രാഷ്ട്രീയമായി സ്വാഭാവികമായി സുഖ്വീന്ദർ സുഖുവിൻ്റെ കോൺഗ്രസ് സർക്കാർ പ്രതിസന്ധിയിലാണ്. അവിടെ വിശ്വാസ വോട്ടെടുപ്പ് വേണമെന്നുള്ള ആവശ്യവുമായി BJP MLA-മാർ വെളുപ്പാങ്കാലത്ത് തന്നെ ഗവർണറെ പോയി കണ്ടിരിക്കുന്നു. BJP-കാരനായ ഗവർണർ എന്തായാലും വിശ്വാസ വോട്ടെടുപ്പിന് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ടാൽ അതൊരുപക്ഷേ സുഖു സർക്കാരിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. പക്ഷേ അത് മുൻകൂട്ടി കണ്ട് വൈകിട്ടാണെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നപരിഹാരത്തിന് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്ന DK ശിവകുമാറിനെ തന്നെ അവിടേക്ക് നിയോഗിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിലെ ട്രബിൾ ഷൂട്ടർ ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറയുന്ന ഉത്തരം DK ശിവകുമാർ എന്നാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിന്നെ നൂറുകണക്കിന് നേതാക്കന്മാരും ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടെങ്കിലും അവർക്കാർക്കും ചെയ്യാൻ സാധിക്കാത്തത് തെക്കു നിന്നുള്ള കർണാടകയിലെ നേതാവിന് ചെയ്യാൻ സാധിക്കും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ ട്രബിൾ ഷൂട്ടറായി DK ശിവകുമാറിനെ നിയോഗിക്കുന്നത്. നേരത്തെ തെലങ്കാനയിലും മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ചത് DK ശിവകുമാറിനെ തന്നെയായിരുന്നു. രാജസ്ഥാനിലൊക്കെ പ്രതിസന്ധി ഉണ്ടായപ്പോഴും അവിടെയും പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങിയത് DK ശിവകുമാർ തന്നെയായിരുന്നു. DK ശിവകുമാർ ഷിംലയിലേക്ക് എത്തുന്നത് കൃത്യമായ ആക്ഷൻ പ്ലാനോടുകൂടിയാണ്. ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസിലെ അതിരൂക്ഷമായ ഗ്രൂപ്പിസത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടലാണ്. 3 വിഭാഗങ്ങളാണ് അവിടെ. മുകേഷ് അഗ്നിഹോത്രി എന്ന പഴയ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, 6 വട്ടം ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്ര സിംഗിൻ്റെ ഭാര്യ ഇപ്പോഴത്തെ ലോക്സഭാംഗം പ്രതിഭാ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, അവരാണ് അവിടുത്തെ PCC അധ്യക്ഷയും. സുഖുവിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗം. ഈ 3 വിഭാഗവും തങ്ങളുടെ നേതാക്കന്മാരെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. മുകേഷ് അഗ്നിഹോത്രിയോ പ്രതിഭാ സിംഗോ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയിരുന്ന ഇടത്തു നിന്നാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഹരിയാനയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹമായിരുന്നു അവിടുത്തെ ട്രബിൾ ഷൂട്ടർ. ആദ്യഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയ ചർച്ചകൾ, പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ, അതൊക്കെയാണ് സുഖുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയത്. സുഖു അങ്ങനെ ഒരു മോശം മുഖ്യമന്ത്രിയേ അല്ല. ഹിമാചൽ പ്രദേശിൽ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണപാടവം അവിടുത്തെ ജനങ്ങൾ കണ്ടതാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളടക്കം പിടിച്ചെടുക്കാൻ സുഖുവിൻ്റെ ഭരണത്തിന് കീഴിൽ കോൺഗ്രസിന് അവിടെ സാധിച്ചു. അങ്ങനെ നേട്ടമൊക്കെ ഉണ്ടാക്കി കൊടുത്തു, നല്ല ഭരണം കാഴ്ചവെക്കുന്നു. പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പിസം അവിടെ പ്രശ്നമാണ്. ഇപ്പോൾ 20 MLA-മാർ സുഖുവിനെതിരായി പടയൊരുക്കത്തിന് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രബിൾ ഷൂട്ടറായി അവിടെ എത്തുന്ന DK ശിവകുമാറിന് മുന്നിൽ ഈ BJP-കാർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന 6 MLA-മാരെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം നടപ്പാക്കുന്നതിനായി ശിവകുമാറിൻ്റെ മുന്നിലുള്ള പ്ലാൻ B അത് മുഖ്യമന്ത്രിയെ മാറ്റുക എന്നത് തന്നെയാണ്. 20 MLA-മാർ 40 പേരിൽ 20 പേർ സുഖുവിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ മുഖ്യമന്ത്രിയെ മാറ്റുക എന്നുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ എന്തായാലും ഈ വിപ്പ് ലംഘിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അയോഗ്യതയ്ക്കുള്ള ഒരു കാരണമല്ല, പാർട്ടിക്ക് നടപടിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അയോഗ്യത കൽപ്പിക്കാനാകില്ല. അതുകൊണ്ടാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടക്കുന്നത്. പൈസ വാങ്ങിച്ച് വോട്ട് ചെയ്യാം. നമ്മുടെ ഇവിടെ മറ്റേ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലൊക്കെ ഇലക്ഷൻ നടക്കുന്നത് പോലെ, എടാ നീ എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്ന് പറയുന്ന മനോഭാവത്തോടു കൂടി കോടിക്കണക്കിന് കാശ് വാങ്ങി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്യുന്നു. അത് തന്നെയാണ് ഉത്തർപ്രദേശിലും സംഭവിച്ചത്, ഹിമാചൽ പ്രദേശിലും സംഭവിച്ചത്. അങ്ങനെ
കാശ് വാങ്ങി മറുവശത്തേക്ക് ചാഞ്ഞുപോയ MLA-മാരെ തിരികെ കൊണ്ടുവരാൻ. കാരണം അവർക്ക് എന്തായാലും BJP പാളയത്തിലേക്ക് ചേക്കേറിയാലും തങ്ങളുടെ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും, അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്ക് അവരെ അനുനയിപ്പിച്ച് കൂടെ കൂട്ടുക എന്നുള്ള ദൗത്യമാണ് ശിവകുമാർ ഏറ്റെടുക്കുന്നത്. പക്ഷേ അനുനയിപ്പിച്ച് കൂടെ കൂട്ടണമെങ്കിൽ ഈ സുഖുവിനെ മുഖ്യമന്ത്രിയായി തന്നെ കൊണ്ടുപോവുക എന്നുള്ള പ്ലാനെ വർക്കൗട്ട് ആകില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള സൂചനകൾ. അതുകൊണ്ട് തന്നെ ശിവകുമാറിൻ്റെ പക്കലുള്ള പ്ലാൻ ബി, അത് സുഖുവിനെ മാറ്റി മറ്റൊരാളെ, ഇപ്പോൾ മുകേഷ് അഗ്നിഹോത്രിയെയോ പ്രതിഭാ സിംഗിനെയോ മുഖ്യമന്ത്രിയാക്കുക. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പടയൊരുക്കങ്ങൾ നടക്കുന്നത്. പഴയ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോൾ മനു അഭിഷേക് സിംഗ്വിയെ തോൽപ്പിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. 3 വട്ടം കോൺഗ്രസ് MLA ആയിരുന്നയാളാണ്. അയാൾ BJP-യിൽ പോയി കോൺഗ്രസ്സുകാർക്ക് തന്നെ വേഷായി പണി കൊടുത്തിരിക്കുന്നു. അയാൾ കൊടുത്ത പണിയല്ല, BJP-യുടെ ദേശീയ നേതൃത്വം തന്നെ അരയും തലയും മുറുക്കി ഇറങ്ങി ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തി നേടിയെടുത്ത വിജയം. പക്ഷേ ആ വിജയം സർക്കാരിനെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് മാറാതിരിക്കാൻ KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കോൺഗ്രസിൽ ഒരു തെക്കേ ഇന്ത്യക്കാരൻ തന്നെ ട്രബിൾ ഷൂട്ടറായി മാറുന്ന കാഴ്ച, എന്തിന് കോൺഗ്രസ്സിന് ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനം എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും നല്ല കോൺഗ്രസ്സുകാർ ഉയർത്താൻ കാരണമാകുന്ന തരത്തിൽ DK ശിവകുമാറിൻ്റെ സാന്നിധ്യം അനിവാര്യമായി വരുന്നു ഹിമാചൽ പ്രദേശിലും. അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഏറ്റ ദൗത്യങ്ങളൊക്കെയും വളരെ ഭംഗിയായി നിർവഹിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലും സ്വാഭാവികമായി DK സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് കൃത്യമായ വിജയം നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിന് ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി ഉണ്ട് എന്നൊക്കെയാണല്ലോ വൈപ്പ്. ഇത്രമേൽ പരാജയപ്പെട്ടു പോയ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി കോൺഗ്രസിൻ്റെ ഈ 100 വർഷം കഴിഞ്ഞ ചരിത്രത്തിനിടയിൽ ഉണ്ടാകില്ല. ഇത്രയും മോശമായി സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു കാലം കോൺഗ്രസിന് ഉണ്ടായി കാണില്ല. അശോക് ഗെഹ്ലോട്ടിന് ശേഷം കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത മലയാളി KC വേണുഗോപാൽ എന്തു സംഭാവനയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് നൽകിയിട്ടുള്ളത് എന്ന് ഇനിയെങ്കിലും പരിശോധിക്കേണ്ട കാലമാണ്. ഈ മല്ലികാർജ്ജുന ഖാർഗെ വന്നപ്പോൾ KC വേണുഗോപാലിനെ ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി കൊള്ളാവുന്നുള്ള ആരെങ്കിലും അവിടെ ഏൽപ്പിക്കുമെന്ന് കരുതിയിരുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര സംഘടിപ്പിച്ചത് കൊണ്ടോ രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ സംഘടിപ്പിച്ചത് കൊണ്ടോ മാത്രമല്ല, സംഘടനാ സംവിധാനം സജ്ജമാക്കാതെ പ്രധാനപ്പെട്ട നേതാക്കളെയെങ്കിലും പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കാതെ കോൺഗ്രസിന് ഒരു ചുവട് പോലും BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നേതൃത്വം വല്ല അറബിക്കടലിലും പോയി മുങ്ങിച്ചാവുകയാണ് ചെയ്യേണ്ടത്.